ഇപ്പോഴെങ്ങനെയുണ്ടോ? സാറിന്റെ മരുന്ന് ശരീരത്തിൽ പിടിച്ചപ്പോ തന്നെ ഒരു ആശ്വാസമുണ്ട്. എങ്കിലേ ഈ ജയപാലിനൊന്ന് തടവിയാലുണ്ടല്ലോ, പെട്ടെന്ന് കുറച്ചുകൂടെ മാറ്റം വരും. ഭാഗ്യമുണ്ടെങ്കിൽ തനിക്ക് ഇന്ന് തന്നെ ആ മുടന്തുകാലം നടക്കാൻ പറ്റും. നാളെയോ മറ്റന്നാളോ പോകാനും. പോണം സാറേ, പെട്ടെന്ന് തന്നെ പോണം. പുറത്ത് പോയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നീ ചെയ്തു തീർക്കാൻ പോകുന്നതൊക്കെ എനിക്കറിയാമടോ. ആ ജയപാല, ആ കുഴമ്പ് കാലിനും കയ്യിലൊക്കെ നിട്ടുകൊടുക്കും. ശരി സാറേ. ഇവനെ ശരിക്കൊന്ന് വേദനിപ്പിക്കണം. വാ ജയപാല, ആദ്യം ആ കയ്യിലൊന്ന് ഇട്ട് കൊടുക്ക്. ശരിക്കൊന്ന് മുക്ക് ജയപാല. ഒന്ന് മയത്തി തടവന്റെ ചേട്ടാ. മർമ്മം നോക്കി അവനടിച്ചിരിക്കുന്നേ. അതുകൊണ്ട് അമർത്തി തിരുമ്പോ അയ്യോ, നരമ്പിനൊക്കെ ഭയങ്കര വേദനയാ. ഇത്തിരി വേദനിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ മേഘ. എന്നും ഇവിടെ കിടക്കാനല്ലോ വന്നത്, പെട്ടെന്ന് പോകാനല്ലേ? പുറമേല്ല സാറേ, ഉള്ളിലാണ് വേദന കൂടുതല്. മുട്ടുമടക്കി വയറ്റത്തടിക്കാൻ അവൻ മിടുക്കനാ. ആ സമയത്തെ ആന്തരയാവങ്ങളൊക്കെ മൊത്തം കലങ്ങി. അതിനാണ് ഉള്ളിൽ മരുന്ന് തരുന്നത്. ഇതെല്ലാം ശരീരത്തിൽ പിടിച്ച ശേഷം കൂട്ടുകാരന്റെ കൈപിടിച്ചൊന്ന് നടക്കാൻ നോക്ക്. ചിലപ്പോ സഹായം വേണ്ടി വരില്ല. ജയപാല, അയാള് കരയൊന്നും നോക്കണ്ട, നന്നായിട്ടും കുഴിഞ്ഞേര്. കുറച്ച് നിലവിളിക്കട്ടെ, വേദന കൊണ്ട് പുളയട്ടെ. മോൾക്ക് കൊടുക്കാനായിരിക്കും വറുത്തു കോരുന്ന. എന്താ അമ്മയ്ക്ക് വേണോ? നീ നിന്റെ മൂത്ത മോൾക്ക് കൊടുത്തതിന്റെ ബാക്കി ഉണ്ടെങ്കിലേ കൊണ്ടുപോയി ചത്തുപോയി നിന്റെ കെട്ടിയോന് കൊടുക്ക. എന്തായാലും നിന്റെ പലഹാരം കഴിച്ച് കഴിച്ച് അവൻ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് പോയല്ലോ, ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഇപ്പൊ പ്രതാപം കാണുന്ന പോലെ നിന്റെ മോളെ പോലെ സകല പൂജാരിമാരുടെയും പുറകെ നീ നടക്കുന്നത് അവനും കാണേണ്ടി വന്നേനെ. തിളച്ച വെളിച്ചെണ്ണയുടെ അടുത്ത് നിന്നാ അമ്മ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇതുപോലെ എന്റെ മുഖത്തോട്ട് ഒഴിക്കും. പ്രായം ചെന്ന അമ്മയായതുകൊണ്ട് അത് പറ്റില്ലല്ലോ. മുഖത്ത് തിളച്ച വെളിച്ചെണ്ണ വീഴാനുള്ള സംസാരമാ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. എടി, ഓരോരോ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടാണ് ഇത്രയും നാളും ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ പറഞ്ഞത് ശരിയാണെന്ന് നിന്റെ മോള് തെളിയിച്ചു തന്നില്ലേ? അവളുടെ പ്രസവം കഴിയാനായിട്ട് കാത്തിരിക്കുക ആരാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് കണ്ടുപിടിക്കാൻ. ജനിക്കുന്ന കുഞ്ഞ് അവളെ പോലെയാണെങ്കിലും ചിലപ്പോ അതിന്റെ മുടിയോ വായോ കണ്ണോ ഇതിലേതെങ്കിലും അതിന്റെ അച്ഛന്റെ ആകാതിരിക്കത്തില്ലല്ലോ. അപ്പോഴറിഞ്ഞാ മതി കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. അങ്ങനെയെങ്കിലും ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് ജനിക്കട്ടെ.